ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാനെത്തുകയാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തിയ ശ്രമങ്ങൾ അത് വലിയ ചർച്ചയായിരുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമായി വധശിക്ഷയിൽ അത് മാറ്റിവെച്ചു എന്ന വാർത്തകൾ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കാന്തപുരത്തെ കാണാനായി എത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് നടത്താനാണ് മുൻപ് തീരുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോണുകളിൽ നിന്ന് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വധശിക്ഷ ആദ്യം മാറ്റിവെക്കാനും മരവിപ്പിക്കാനും അതിനുശേഷം കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് മറ്റു നടപടികളിലേക്ക് പോകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഏത് സാഹചര്യത്തിലാണിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കാന്തപുരത്തെ കാണാനെത്തുന്നത്? ക്രിസ്റ്റീന, നമുക്കെല്ലാവർക്കും അറിയാം, അതായത് നിമിഷപ്രിയയുടെ മോചനം അത് വലിയ രീതിയിൽ രാജ്യമൊന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ, അതായത് നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കേണ്ടതാണ്. എന്നാൽ വലിയ രീതിയിലുള്ള ഇടപെടൽ, അതായത് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ, ആ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാർത്ത ഇന്നലെ ലോകമൊന്നാകെ, അതായത് നമ്മുടെ രാജ്യമൊന്നാകെ അത് വലിയ രീതിയിൽ സ്വീകരിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാന്തപുരത്തെ സന്ദർശിക്കുവാനായി, അതായത് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കുവാനായിട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഇന്ന് ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള കാന്തപുരം ഉസ്താദിനെ നേരിട്ട് കാണുവാനും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും ഏതെങ്കിലും തരത്തിൽ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ തുടർ മൂവ്മെന്റുകൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്താനും ഒക്കെ തന്നെയായിട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ വാർത്ത വന്നതിന് തൊട്ടുപുറകെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ ഫേസ്ബുക്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉസ്താദിന്റെ ഇടപെടലുകളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇടപെടലുകളെ പ്രശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ മർക്കസിലെത്തുകയും ഉസ്താദിനെ നേരിട്ട് കാണാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഈ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും പുതിയ പുതിയ ശുഭസൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഈ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന, താൽക്കാലികമായിട്ടാണെങ്കിലും ഈ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് മർക്കസിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. എന്നാൽ പോലും ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട്, ആ കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ വിഷയത്തിൽ ഇതുവരെ അത്തരത്തിലൊരു നിലപാട് ഈ വിഷയത്തിൽ ഇപ്പോൾ AP സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും സംസ്ഥാന നേതാക്കളാണ് പ്രധാനമായിട്ടും ആ വിഷയത്തിൽ സമരത്തിനും അതുപോലെ തന്നെ മറ്റ് പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ തന്നെ തയ്യാറെടുക്കുന്നത്. എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, അതായത് ചർച്ചകൾ നടത്തുമെങ്കിൽ പോലും അത് ഈ ഒരു വിഷയം മാറ്റാനുള്ള ചർച്ചയല്ല, മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു ചർച്ചയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതിനെതിരെ ഇന്നലെ നമുക്കറിയാം വിഭാഗം തന്നെ വലിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു ഇന്നലെ മുന്നറിയിപ്പ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ മദ്രസ പഠനം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സമയമാറ്റം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. സംസ്ഥയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ അവകാശവാദം, ഏകദേശം 11,000 മദ്രസകൾ, 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ് ഈ വിഷയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിന്, നേരിട്ട് സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ആ വിഷയം ഇന്നിവിടെ ചർച്ചയാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. പ്രധാനമായിട്ടും ഇന്നത്തെ ചർച്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ നിമിഷപ്രിയ വിഷയത്തിലുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലും അതുമായി ബന്ധപ്പെട്ടുള്ള